അസ്സലാമു അലൈക്കും. കനം വെച്ച കൺപോളകളെ വലിച്ചു തുറക്കാൻ ശ്രമിക്കുമ്പോൾ മാഹിറിന് തൻ്റെ നെഞ്ചിൽ എന്തോ ഒരു ഭാരം കിടക്കുന്നത് പോലെ തോന്നി. തല പൊട്ടിപ്പിളഞ്ഞത് പോലെ നോവുന്നെങ്കിലും മാഹിർ കണ്ണു തുറന്ന് നോക്കി. നേരം നന്നായി വെളുത്തിട്ടുണ്ട്. സക്കറിയ ഇന്നലെ അഹമ്മദിൻ്റെ കൂടെ ഒരാവശ്യത്തിന് വേണ്ടി പുറത്തു പോയതുകൊണ്ട് റൂമിൽ മാഹിർ തനിച്ചായിരുന്നു. റബ്ബേ, ഞാൻ ഒരുപാട് നേരം ഉറങ്ങിപ്പോയല്ലോ. സാധാരണ ഡ്യൂട്ടിക്ക് ഇറങ്ങുന്ന സമയം കഴിഞ്ഞല്ലോ. മാഹിർ വെപ്രാളപ്പെട്ടു. അങ്കലാപ്പോടെ ചുറ്റുമൊന്ന് കണ്ണോടിച്ചതും കണ്ടു തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്നൊരുത്തിയെ. യാ അല്ലാ! മാഹിർ നെട്ടി പകച്ചുകൊണ്ടവളെ തള്ളി മാറ്റി എഴുന്നേറ്റിരുന്നു. കിതച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിലേക്ക് നോക്കിയവൻ നെട്ടിലൂടെ ബെഡിനരികിൽ വീണുകിടക്കുന്ന തൻ്റെ ഉടുമുണ്ട് ഏന്തി വലിച്ചെടുത്ത് നാണം മറച്ചു. റബ്ബേ, എന്താണ് ഇന്നലെ സംഭവിച്ചത്? ഈ പെണ്ണെങ്ങനെ എൻ്റെ ദേഹത്ത് വന്നു? മാഹിറിൻ്റെ കണ്ണുകൾ തുറച്ചുണ്ട്. അവനൊന്നും ഓർമ്മയില്ല. ഇന്നലെ രാത്രി അഹമ്മദിൻ്റെ പെങ്ങൾ തനിക്കുള്ള ഭക്ഷണവുമായി വന്നത് മാത്രം ഓർമ്മയുണ്ട്. അവൾ തനിക്ക് വിളമ്പിത്തന്നത് ഓർമ്മയുണ്ട്. താൻ കഴിച്ചതും ഓർമ്മയുണ്ട്. പിന്നെയോ ശേഷം എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കാൻ ശ്രമിക്കുമ്പോൾ തല വെട്ടിപ്പൊളിയുന്നത് പോലെ വേദന തോന്നി അവന്. തൻ്റെ ബെഡിൽ അർദ്ധനഗ്നയായി കിടക്കുന്ന സുൽത്താനയുടെ ദേഹത്തേക്ക് അവൻ കഠിനമായ ദേഷ്യത്തോടെ ബ്ലാങ്കറ്റ് വലിച്ചിട്ടതും സുൽത്താന ഉറക്കത്തിൽ നിന്ന പോലെ കണ്ണു തുറന്നു. അവനെ നോക്കി വശ്യമായി ചിരിച്ചു കാട്ടിയവൾ. അവളെ നോക്കിയ മാഹിറിൻ്റെ നെഞ്ചിൽ തീ പടർന്നു. ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നു? എത്ര ചിന്തിച്ചിട്ടും അതിനുത്തരം കിട്ടാതെ അവൻ പരിഭ്രമിച്ചു. അന്താളിപ്പോടെ ചുറ്റിലും ഒന്ന് നോക്കി. തനിക്ക് റൂം മാറിപ്പോയോ? യാ അല്ലാ, ഇതെങ്ങനെ സംഭവിച്ചു? ഇല്ല, ഇത് ഞാൻ കിടക്കുന്ന മുറി തന്നെയാണ്. എൻ്റെ ബെഡിലാണ് അവളുള്ളതെന്ന് നടുക്കത്തോടെ തിരിച്ചറിഞ്ഞവൻ വർദ്ധിച്ചു വരുന്ന ദേഷ്യത്തോടെ സുൽത്താനയെ നോക്കി. അവൾക്കൊരു കൂസലുമില്ല. അവളുടെ മുഖത്ത് ഭയത്തിൻ്റെ ചെറു കണിക പോലും മാഹിറിന് കാണാൻ കഴിഞ്ഞില്ല. നീ എങ്ങനെ ഇവിടെ എത്തി? അതും ഈ കോലത്തിൽ? പറയടി, എന്താ നീ ഇന്നലെ എന്നെ ചെയ്തത്? നിയന്ത്രണം നഷ്ടപ്പെട്ടതുപോലെ മാഹിർ ആക്രോശിച്ചുകൊണ്ട് അവളുടെ കഴുത്തിൽ പിടിമുറുക്കി. ആ നിമിഷം അവൾ തൻ്റെ യജമാനൻ്റെ മകളാണെന്ന കാര്യമെന്നൊക്കെ അവൻ മറന്നുപോയിരുന്നു. വിടന്നെ! സുൽത്താന അവനെ കൈ തട്ടി മാറ്റി. ഞാൻ നിന്നെ എന്ത് ചെയ്തെന്നോ? കൊള്ളാലോ നിന്റെ അഭിനയം. ചെയ്തത് മുഴുവനും നീയല്ലേ? ദേഷ്യത്തോടെ തുടങ്ങിയവളുടെ ചുണ്ടിൽ അവസാന വാക്ക് ഒരു നാണം കലർന്ന ചിരിയുണ്ടായി. ഞാനോ? കള്ളം പറയുന്നോടെ, കള്ളിയാ നീ. ആ പറഞ്ഞു തൊട്ടും വിശ്വാസം വരാതെ അവൻ പല്ല് കടിച്ചു പൊട്ടിച്ചു. നീ തന്നെ. അന്ന് നിന്നോട് മോശമായി പറഞ്ഞതിന് സോറി പറയാൻ വേണ്ടിയാ ഇന്നലെ രാത്രിയാ നിന്നെ കാണാൻ വന്നത്. അപ്പോൾ നീയല്ലേ എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിച്ചോളാമെന്നും പറഞ്ഞ് അകത്തേക്ക് വിളിച്ചത്? കൂടെ കിടക്കാൻ വിസമ്മതിച്ച എന്നെ ബലമായി പിടിച്ചു വെച്ച് എന്നിലേക്ക് പടർന്നു കയറിയതൊക്കെ ഒറ്റ രാത്രി പുലർന്നപ്പോയി മറന്നുപോയോ മാഹിർ? സുൽത്താനയുടെ പുച്ഛം നിറഞ്ഞ ചോദ്യം കേട്ട് മാഹിറിൻ്റെ നെഞ്ചിലൊരു മിന്നൽ പുണഞ്ഞു പാഞ്ഞു. ചതി, കൊടും ചതി! മാഹിറിൻ്റെ മുഖം കോപം കൊണ്ട് ചുവന്നു. സുൽത്താനയെ അവസാനമായി കണ്ടപ്പോൾ അവൾ പറഞ്ഞ വാക്കുകൾ മാഹിറിൻ്റെ കാതിന് ചുറ്റും ഇപ്പോഴും ഇരമ്പിൽ തീർത്തു. ഇല്ല, നീ നുണ പറയാണ്. ഞാനൊന്നും നിന്നെ ചെയ്തിട്ടില്ല. ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ടില്ല. എനിക്കതിന് കഴിയുമില്ല. എൻ്റെ സുറുമയെ മറന്ന് മറ്റൊരു പെണ്ണിനെയും ഞാൻ ആ അർത്ഥത്തിൽ നോക്കുക പോലും ചെയ്യില്ല. അവളാണ് എൻ്റെ പ്രാണൻ. ഞാൻ വരുന്നതും കാട്ട് വിരസതയും ഒറ്റപ്പെടലും സഹിച്ചിരിക്കുന്ന എൻ്റെ സുറുമയെ മാത്രം മതി എനിക്ക്. മാഹിറിൻ്റെ ശബ്ദം കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. എന്താ അഭിനയം! ഭാര്യയോട് ഇത്രമാത്രം സ്നേഹം ഉണ്ടായിട്ടാണോ ഇന്നലെ എന്നെ സ്നേഹിച്ച് ശ്വാസം മുട്ടിച്ചത്? ഒരു സുന്ദരിയായ പെൺകുട്ടിയുടെ ചൂട് തട്ടിയാൽ അലിഞ്ഞു പോകുന്നതാണോ മാഹിറിന് ഭാര്യയോടുള്ള സ്നേഹം? പരിഹസിച്ചുകൊണ്ട് ചോദിച്ചവൾ. മുറിഞ്ഞുപോയ ഹൃത്തടത്തിലേക്ക് വീണ്ടും ഉപ്പുനീരൊഴുക്കിയാണവൾ. കഠിനമായ കോപം കൊണ്ട് മാഹിറിൻ്റെ കവിളികൾ പോലും വിറച്ചു. പോടി, പോ! എൻ്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങിപ്പോ! അടക്കി നിർത്താൻ കഴിയാത്ത ദേഷ്യത്താൽ മാഹിർ വാതിൽക്കിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അലറി. അവൻ സുറുമയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ സുൽത്താനയുടെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരിയുണ്ടായി, ഉള്ളിൽ കോപവും. അവൾ നിലത്ത് ചിതറിക്കറന്ന വസ്ത്രങ്ങളെടുത്ത് അണിയുമ്പോൾ മാഹിർ അവിടെയുള്ള കസേരയിലേക്ക് ഇരുന്ന് ഒരു ഭ്രാന്തനെ പോലെ മുടിയിൽ കൈകോർത്ത് വലിച്ചുകൊണ്ടേയിരുന്നു. നോട്ടമെന്ന് തെന്നിയതും വെള്ള ബെഡ്ഷീറ്റിലെ രക്തവർണ്ണത്തിൽ അവൻ്റെ കണ്ണുകൾ ഉടക്കി നിന്നു. മാഹിറിൻ്റെ നെഞ്ചു പൊടിഞ്ഞു പോയി. ഞൊടിയിട കൊണ്ടവൻ്റെ മനസ്സ് സുറുമയുടെ അടുത്തേക്ക് സഞ്ചരിച്ചിരുന്നു. പഠിച്ച റബ്ബേ, ഞാനെന്ത് ക്രൂരനാണ്! പഠിച്ച റബ്ബിനെയും എൻ്റെ പ്രേതമയെയും മറന്ന് ഞാൻ തെറ്റ് ചെയ്തുവല്ലോ. എൻ്റെ പെണ്ണിനെ വഞ്ചിച്ച് ഞാൻ മറ്റൊരു പെണ്ണിനെ... ഓർക്കും തോറും മാഹിറിൻ്റെ ചങ്ക് പൊട്ടിയൊരു ഗദ്ഗതം പുറത്തേക്ക് ചാടാൻ വെമ്പി.
സുറുമി, ഞാനൊന്നും അറിഞ്ഞുകൊണ്ടല്ല മോളെ. നിന്നെ മറക്കാൻ എനിക്ക് കഴിയോ? കുറ്റബോധവും ഭയവും ദേഷ്യവും സങ്കടവും എല്ലാം കലർന്നൊരു ഭാവത്തിൽ അവൻ എന്തൊക്കെയോ സുറുമയോടെന്ന പോലെ പുലമ്പി. തൊട്ടടുത്ത നിമിഷം സുൽത്താനയെ നോക്കി രൂക്ഷമായി നോക്കിയവൻ പിടഞ്ഞെണീറ്റു. പുറമേ ധൈര്യം ഭാവിക്കുന്നുണ്ടെങ്കിലും മാഹിറിൻ്റെ പുതിയ ഭാവങ്ങൾ സുൽത്താനയുടെ ഉള്ളിൽ ഭയം ജനിപ്പിച്ചു. ഇയാളെ ശരിക്കും തനിക്ക് ഇഷ്ടമായിരുന്നോ? അവൾക്കറിയില്ല. അമീറുമായി രൂപസാദൃശ്യമുള്ള മാഹിറിനെ സ്വന്തമാക്കാൻ താൻ അവനെ കണ്ട മാത്രയിൽ തന്നെ ആഗ്രഹിച്ചിരുന്നു. അയാളോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയും വരെ അയാളോട് തനിക്കുള്ളത് സ്നേഹം തന്നെയായിരുന്നു. പിന്നെ എപ്പോഴാണോ സ്നേഹം പകയിലേക്ക് വഴിമാറിയത്? മാഹിർ തന്നെ വേണ്ടെന്ന് പറഞ്ഞ് മുഖത്തടിച്ച നിമിഷം മുതൽ അയാളെ തനിക്ക് വേണമെന്നുള്ളത് സുൽത്താനയുടെ വാശിയായി തീർന്നു. അവൻ തന്നെ തല്ലിയ കൈകൊണ്ട് തന്നെ അവൻ്റെ തലോടലേറ്റൊരു രാത്രി കഴിയണമെന്നുള്ള വാശി. ഇനി ഒരിക്കലും അവന് തന്നിൽ നിന്നൊരു മടക്കം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയൊരു രാത്രി. അതിനു വേണ്ടി തന്നെയാണ് ബാബിയോട് സഹായം ആവശ്യപ്പെട്ടത്. ബാബി സമ്മതിച്ചതും ഒരു അവസരത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. തൻ്റെ ബാബയും സക്കറിയയും ഒരു യാത്ര പോകുന്നുവെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ബാബിയോട് കാര്യം പറഞ്ഞു. അവനുള്ള ഭക്ഷണത്തിൽ ജോലിക്കാരുടെ കണ്ണു വെട്ടിച്ച് ലഹരി കലർത്തിയതും ഇന്നൊരു വിശേഷ ദിവസമാണെന്ന് പറഞ്ഞ് ബാബി തയ്യാറാക്കിയ പ്രത്യേക പാനീയം മാഹിറിനെ കൊണ്ട് കുടിപ്പിക്കുന്ന ജോലിയുമൊക്കെ തനിക്ക് വേണ്ടി ബാബി ആത്മാർത്ഥമായി ചെയ്തു. ലഹരി തലയ്ക്ക് പിടിച്ച് കിടക്കുന്നവൻ്റെ അരികിലേക്ക് വന്ന് അവനെ പ്രകോപിപ്പിച്ചതും താൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. മനസ്സും ശരീരവും തൻ്റെ ഭാര്യയ്ക്ക് മാത്രമാണെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിനോടൊപ്പമുള്ളൊരു രാത്രി. സുൽത്താന വിജയച്ചിരിയോടെ മാഹിറിനെ നോക്കി. അവൻ്റെ ചുവന്നു കലങ്ങിയ മിഴികളിൽ തീ പ്രവഹിക്കുന്നുണ്ടെന്ന് തോന്നി അവൾക്ക്. തന്നെ ഭോഗിക്കുമ്പോഴും അവൻ്റെ ചുണ്ടുകൾ മന്ത്രണം പോലെ ഉരുവിട്ട് കൊണ്ടുവരുന്നത് സുറുമി സുറുമി എന്ന നാമം മാത്രമായിരുന്നുവെന്ന് സുൽത്താന ഓർത്തു. ഡീ, നീ അന്ന് എന്നെ വെല്ലുവിളിച്ച് പോയതല്ലേ? സത്യം പറയടി, എന്നെ ചതിച്ചതല്ലേ നീ? മാഹിർ ഭ്രാന്തി പിടിച്ചതുപോലെ അവളെ നോക്കി ഗർജിച്ചു. സുൽത്താനയുടെ ചുണ്ടിൻ കോണിൽ ഒരു ചിരി തെളിഞ്ഞു. ആഹാ, മാഹിറിന് ബുദ്ധിയുണ്ട്. അവൾ ഉറക്കെ ചിരിച്ചു. എന്തിനു വേണ്ടിയാടി നീ എൻ്റെ കൂടെ ജീവിക്കാനോ? മാഹിറിൻ്റെ നരമ്പുകൾ വലിഞ്ഞു മുറുകി. അതെ, എനിക്ക് നിന്നെ വേണം മാഹിർ. നിന്നെപ്പോലൊരു പുരുഷനെ ഭർത്താവായി കിട്ടുന്നത് ഒരു സ്ത്രീയുടെ ഭാഗ്യം തന്നെയാണ്. ഇത്ര സുന്ദരിയായ ഞാൻ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞവനല്ലേ നീ? നിനക്ക് സുഖം കണ്ടെത്താൻ വേറെ വഴിയുണ്ടായിട്ടും ഒരുവൾക്ക് വേണ്ടി മാത്രം ഹൃദയം കൊടുത്ത് അവളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന നിന്നെപ്പോലൊരു ആണൊരുത്തനെ ആരാണ് ആഗ്രഹിക്കാത്തത് മാഹിർ? നിന്നെ നേടിയെടുക്കാൻ എൻ്റെ മുമ്പിൽ ഈ ഒരു വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നോട് ക്ഷമിക്കണം താൻ. സുൽത്താനയുടെ ചുണ്ടിൽ അപ്പോഴും ഒരു വല്ലാത്ത ചിരിയാണ്. വഞ്ചകി, നീ ചെയ്തത് എത്ര വലിയ പാപാണെന്ന് നിനക്കറിയോ? നിന്നെയൊക്കെ ഉണ്ടല്ലോ ഒറ്റയടിക്കങ്ങ് തീർത്തു കളയാൻ വേണ്ടത്. വെറുതെ അല്ലടി നിൻ്റെ കാമുകൻ നേരത്തെ അങ്ങ് പോയത്. അവനോടുള്ള സ്നേഹം സത്യമായിരുന്നെങ്കിൽ നീ വേറൊരു പുരുഷൻ്റെ ശരീരം ആഗ്രഹിക്കുമായിരുന്നോ? വൃത്തികെട്ടവളെ, നീ ഇനി എത്ര തലകുത്തി നിന്നാലും നിന്നോട് എനിക്കൊരു ചുക്കും തോന്നാൻ പോകുന്നില്ലടി. പിഴച്ചവളെ, ഇത്രയും മോശപ്പെട്ട സ്ത്രീയായിരുന്നോ നീ? ഒരു രാത്രി ബോധമില്ലാത്ത എൻ്റെ ശരീരത്തോടൊപ്പം കഴിഞ്ഞാൽ ഞാൻ നിൻ്റേതാകുമെന്ന് കരുതിയോ നീ? മാഹിർ വായിൽ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞു. വെറുതെ രോഷം കൊള്ളണ്ട മാഹിർ. നിന്നെ ഈ സുൽത്താന തടവിലാക്കി കഴിഞ്ഞു. ഇനി എനിക്ക് നിന്നെ മടുക്കും വരെ നീ എൻ്റെ കൂടെ ഉണ്ടാകും. അപ്പോഴേക്കും വാതിലിൽ ആരോ തട്ടാൻ തുടങ്ങി. മാഹിറിൻ്റെ ഉള്ളൊന്ന് കിടങ്ങി. കണ്ണുകൾ ഭയം കൊണ്ട് തുറിച്ചുന്തി. അവൾ സുൽത്താനയെ നോക്കി. എല്ലാം അവളുടെ പ്ലാൻ തന്നെയാണ്. വഞ്ചകി നിൽക്കുന്ന നിൽപ്പ് കണ്ടില്ലേ? ഒരു കുലുക്കവുമില്ലാതെ വാതിലിനടുത്തേക്ക് നടക്കുമ്പോൾ മാഹിറിൻ്റെ കാൽപാദത്തിന് പോലും ഒരു വിറയലുണ്ടായി. ഇനി എന്തൊക്കെയാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്നോർത്ത് അവൻ്റെ നെഞ്ചു പിടിച്ചു. തട്ടലിൻ്റെ ശക്തി കൂടിയതും മാഹിർ വാതിൽ തുറന്നു. സക്കറിയ. അയാളുടെ നോട്ടം കണ്ട് മാഹിർ പതറി. അയാളുടെ പിറകിലായി അഹമ്മദ് അയ്മനും നെയ്ലയും. കുറച്ച് അപ്പുറത്തായി ആ വീട്ടിലെ ജോലിക്കാരും നോക്കി നിൽക്കുന്നുണ്ട്. മാഹിറിൻ്റെ ഉള്ളിലൊരു കൊള്ളിയാൻ മിന്നി. അവരുടെയെല്ലാം മുഖത്തെ കുറ്റപ്പെടുത്തലും കോപവും പരിഹാസവുമൊക്കെയുണ്ട്. തൻ്റെ നിരപരാധിത്വം എങ്ങനെ അവർ പറഞ്ഞ് മനസ്സിലാക്കുമെന്നറിയാതെ മാഹിർ കുഴങ്ങി. സുൽത്താന അവൻ്റെ പുറകെ വന്ന് നിന്നു. നെയ്ല അവളെ ഒന്ന് നോക്കി. അത് കഴിഞ്ഞ് സഹതാപം നിറഞ്ഞൊരു നോട്ടം മാഹിറിന് നേരെയും. ഞാനൊന്നും എനിക്കൊന്നും അറിയില്ല. മാഹിറിന് വാക്കുകൾക്ക് ക്ഷാമം അനുഭവപ്പെട്ടു. അപ്പോഴേക്കും മുഹമ്മദ് മുന്നോട്ട് വന്ന് മാഹിറിൻ്റെ കവിളടക്കി അടച്ചിരുന്നു. ദ്രോഹി, നീ എൻ്റെ കുഞ്ഞിനെ. മാഹിറിന് തടയാനാകും മുമ്പേ അയാൾ വീണ്ടും വീണ്ടും അവനെ അടിച്ചു. മാഹിർ സക്കരിയയുടെ നെഞ്ചിലേക്ക് വീണുപോയി. ബാബ, അവനെ തല്ലരുത്. അവനെൻ്റെ അമീറാണ്.
അവൻ എന്നെ നിക്കാഹ് കഴിക്കാമെന്ന് വാക്ക് തന്നത് കൊണ്ടാണ് ഞാൻ അവനെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് ബാബ. ഞങ്ങൾക്ക് നിക്കാഹ് കഴിക്കണം. ഇനിയും ബാബ ഞങ്ങളെ പിരിക്കരുത്. സുൽത്താന പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഹമ്മദിൻ്റെ കാലിൽ ചുറ്റിപ്പിടിച്ചു. അയാൾ പകപ്പോടെ മകളെ നോക്കുമ്പോൾ അതിനേക്കാൾ വലിയ നട്ടലോടെ മാഹിർ സക്രിയയുടെ കയ്യിൽ മുറുക്കി പിടിച്ചിരുന്നു. എന്തൊരഭിനയം! പഠിച്ച കള്ളി തന്നെ. അവൻ്റെ കലങ്ങിയ കണ്ണുകൾ സുൽത്താനയോടുള്ള പകയെരിഞ്ഞു. ഒപ്പം അവൻ നെയ്ലയെയും ഒന്ന് നോക്കി. തൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞ സംഭവത്തിൽ ഈ സ്ത്രീക്കും വലിയൊരു പങ്കുണ്ടെന്ന് മാഹിറിന് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അവൻ്റെ നോട്ടം കൊണ്ട് നെയ്ലയെന്ന് പതറെ മുഖം കുനിച്ചു സുൽത്താനയുടെ ഉമ്മയുടെ പുറകിലേക്ക് നോക്കി നിന്നു. സുൽത്താന, നീ ഇത് എന്തൊക്കെയാണ് ബാബയോട് വിളിച്ചു പറയുന്നതെന്ന വല്ല ബോധവും നിനക്കുണ്ടോ? ഈ നിൽക്കുന്ന ജോലിക്കാരനെ ഇല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലേ നിനക്ക്? മതിയാക്കടി നിന്റെ കരച്ചിൽ. അയ്മൻ ദേഷ്യത്തോടെ മകളുടെ നേർക്ക് ചീറിയെടുത്തു. ഉമ്മ ഒന്നും പറയണ്ട. മനസ്സുകൊണ്ട് മാത്രമല്ല, ശരീരം കൊണ്ട് ഞങ്ങൾ തമ്മിൽ അടുത്തുപോയി. ഇനി നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ ഇയാളെ മാത്രമേ നിക്കാഹ് കഴിക്കൂ. എന്നെ എതിർത്താൽ ഞാൻ എൻ്റെ ജീവിതം തന്നെ അവസാനിപ്പിക്കും. സുൽത്താന വാശിക്കാരിയായി. മാഹിറിന് എന്താണ് മാതാപിതാക്കളോട് പറയേണ്ടതെന്ന് അറിയില്ല. അവൾ തന്നെ ചതിച്ചതാണെന്ന് ഇവരെ പറഞ്ഞ് എങ്ങനെ മനസ്സിലാക്കും? പെണ്ണിനെ മയക്കിയെടുത്ത് അവളുടെ ശരീരം അനുഭവിച്ചതിന് ശേഷം താൻ കള്ളം പറയുകയാണെന്ന് അവർ പറഞ്ഞാൽ അല്ലെന്ന് താൻ എങ്ങനെ തെളിയിക്കും? മനസ്സറിഞ്ഞൊരു തെറ്റും അവൻ ചെയ്തിട്ടില്ലെങ്കിലും ഒരു പരാജിതനെ പോലെ അവൻ്റെ മുഖം കുനിഞ്ഞുപോയി. അവന് പറയാനുള്ളതെല്ലാം അവൻ്റെ തൊണ്ടയിൽ കെട്ടിക്കിടന്നു വിങ്ങി. ഹൃദയം വെന്തു നീറി. ഒരു തോട്ടപ്പണിക്കാരൻ്റെ കൂടെ ജീവിക്കുന്നതിൽ നല്ലത് നീ ചാവുന്നത് തന്നെയാടി. നീ പോയി ചാവ്. നീ ജീവനെ പോലെ സ്നേഹിച്ചതിനുള്ള പ്രതിഫലം നീ ഞങ്ങൾക്ക് തന്നു. ഇനി നീ പോയി ചാവുന്നെങ്കിൽ ചത്തോ. നിന്നെ ആരും തടയില്ല. കെട്ടിത്തൂങ്ങിയോ വിഷം കഴിച്ചോ എങ്ങനെ വേണമെങ്കിലും ചത്തോ. അങ്ങനെയെങ്കിലും എനിക്കല്പം മനസ്സമാധാനം കിട്ടുമല്ലോ എന്നും പറഞ്ഞ് അഹമ്മദ് അവളെ വലിച്ചയച്ചു കൊണ്ടുപോയി നിൽക്കുന്നത് മാഹിർ നിർവികാരതയോടെ നിന്നു. മാഹിർ തന്നോട് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് ഭയന്ന് നെയ്ലയും ആ കൂടെ ഓടി രക്ഷപ്പെട്ടിരുന്നു. മാഹിർ സക്കറിയെ നോക്കി. ഇവിടെ വന്നിട്ട് ഇന്ന് വരെ തന്നെ സഹോദരനെ പോലെ കണ്ട മനുഷ്യനാണ്. അയാളും താൻ തെറ്റുകാരനെന്ന മുദ്ര കുത്തി തുറച്ചു നോക്കുന്നത് കാണുമ്പോൾ മാഹിറിൻ്റെ ഉള്ളം വല്ലാതെ നീറി. അവൻ്റെ കണ്ണ് നിറഞ്ഞു. ഇക്ക, ഞാൻ അറിഞ്ഞുകൊണ്ട് തെറ്റും ചെയ്തിട്ടില്ല. അവൾ എന്നെ ചതിച്ചതാണ്. മാഹിർ അയാളോട് മനസ്സ് തുറക്കാൻ തയ്യാറായെങ്കിലും അയാൾ അവനെ കൈനീട്ടി തടഞ്ഞു. എന്നോടൊന്നും പറയണ്ട മാഹിർ. താൻ കൊണ്ടുവന്ന ബാഗൊക്കെ റെഡിയാക്കിയേക്ക്. എന്നിട്ട് കൂട്ടുകാരനെ വിളിച്ച് ഇവിടെ നിന്ന് പോകാൻ നോക്ക് എന്ന് മാത്രം പറഞ്ഞയാൾ അകത്തേക്ക് കയറി. മാഹിറും ആ കൂടെ ചെന്നെങ്കിലും സെക്രട്ടറി അവനോട് ഒന്നും മിണ്ടാതെ തോട്ടത്തിലേക്ക് ഇറങ്ങിപ്പോയതും മാഹിർ കൂടുതൽ തളർന്നുപോയി. അവനാകെ ഭ്രാന്തി പിടിക്കും പോലെ തോന്നി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ആ മുറിക്കുള്ളിലാകെ പാഞ്ഞു കിടന്നു. അഹമ്മദ് ഏതു നേരവും തനിക്കുള്ള ശിക്ഷയുമായി ഇങ്ങോട്ട് കയറി വരാം. ഇവിടെയുള്ളവരുടെ മുൻപിൽ തൻ്റെ നിരപരാധിത്വം തെളിയിച്ചാൽ മതിയാകൂ. പിന്നെ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് നാട്ടിലേക്ക് പറക്കുകയും വേണം. അതിനൊരു വഴിയേ ഉള്ളൂ. സുൽത്താനെ കൊണ്ട് സത്യം പറയിപ്പിക്കണം. അതിന് തന്നെ കൊണ്ട് കഴിയുമോ എന്ന് മാഹിർ ചിന്തിച്ചു. ഇല്ല, താൻ എത്ര കീണ പറഞ്ഞാലും അവൾ സത്യം പറയില്ല. അത്രത്തോളം ദുഷ്ട മനസ്സാണ് അവൾക്കെന്ന് ഈ സമയം കൊണ്ട് തന്നെ മാഹിർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേ നിമിഷം മറ്റൊരു മുഖം മാഹിറിൻ്റെ ഉള്ളിൽ തെളിഞ്ഞു. നൈല, അഹമ്മദിൻ്റെ പെങ്ങൾ. ആ സ്ത്രീ വിചാരിച്ചാലും തനിക്ക് കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാം. അവരെ ഒന്ന് കാണണം. അവൻ എന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടി. തൻ്റെ ശരീരത്തിൽ നിന്നും ഇപ്പോഴും വമിക്കുന്ന സുൽത്താനയുടെ ഗന്ധം അവനെ അസ്വസ്ഥനാക്കി. അവന് മനം പുരട്ടി. ഒരു സോപ്പ് തീരും വരെ ഉരച്ചു കുളിച്ചിട്ടും അവളുടെ ചൂടും ചൂരും അവൻ്റെ ദേഹത്തിൽ തന്നെ തങ്ങി നിൽക്കുന്നുണ്ടെന്ന് തോന്നി അവന്. ദേഷ്യം തീരാതെ കൈ ചുരുട്ടി പിടിച്ച് ഭിത്തിയിൽ ആഞ്ഞിടിച്ച് അലറി വിളിച്ചു മാഹിർ. തൻ്റെ പ്രിയപ്പെട്ടവളെ താൻ ചതിച്ചുവല്ലോ എന്നോർത്ത് കുറ്റബോധം കൊണ്ടവൻ്റെ ഹൃദയത്തിൽ ഒരു കടൽ ആർത്തിരമ്പി. വല്ലാത്തൊരു നോവോടെ ആ തിരമാലകൾ അവൻ്റെ ഹൃദയഭിത്തിയെ തല്ലി തകർത്തു. മാഹിർ നിലത്തേക്കിരുന്നു പോയി. തലമുടിയിൽ വിരലുകൾ കോർത്ത് സ്വയം വലിച്ചു വേദനിപ്പിച്ചവൻ. അതേസമയം സുൽത്താന അവളുടെ ആ വലിയ വീട്ടിൽ മാഹിറിന് വേണ്ടി വാശി കാണിച്ചു കൊണ്ടേയിരുന്നു. നീ എന്ത് തന്നെ പറഞ്ഞാലും അവനെ കെട്ടാൻ ഞാൻ സമ്മതിക്കില്ല സുൽത്താന. ഞാൻ തീരുമാനിക്കുന്നു നീ ആരെ വിവാഹം കഴിക്കണമെന്ന്. എന്നെ ധിക്കരിക്കാനാണ് ഭാവമെങ്കിൽ ആർക്കും ഭാരമാകാതെ അങ്ങ് പോയേക്ക് നീ. അതാവും നിനക്ക് നന്നാവുക. അഹമ്മദിൻ്റെ പുതിയ ഭാവം കണ്ട് നെയ്ലയും അയ്മനും ഒരുപോലെ ഭയന്നു. സ്നേഹനിധിയായ തൻ്റെ ബാബയുടെ ക്രൂരമായ വാക്കുകൾ സുൽത്താനയുടെ ഹൃദയത്തെ നെരിച്ചുടച്ചു.
ഇന്നോളം തൻ്റെ മകളെ നുള്ളി നോവിക്കാത്ത അഹമ്മദ് സുൽത്താനെ പൊതിരെ തലയിൽ ചതച്ചു. പിടിച്ചു മാറ്റാൻ തന്ന നെയിലക്കും കിട്ടി പടക്കം പൊട്ടും പോലെ 2 തല്ല്. തന്നെ ദേഷ്യം തീരും വരെ അഹമ്മദ് അവളെ അടിച്ചു. സുൽത്താനയുടെ ചുണ്ടും മൂക്കും പൊട്ടി രക്തം കിനിഞ്ഞു. അവൾ അവശയായി നിലത്തേക്ക് ഊർന്നു വീണു. അവളെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് നെയില ഈ ചതിക്ക് കൂട്ടുനിന്നത്. അതിപ്പോൾ അവൾക്ക് ഇരട്ടി വേദനയാവുകയാണല്ലോ ചെന്നോർത്ത് നെയില സങ്കടപ്പെട്ടു പോയി. അവൾക്ക് പച്ചവെള്ളം പോലും കൊടുത്തേക്കരുത്. ഇനി ഇവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അതും പറഞ്ഞ് അഹമ്മദ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നെയിലയും മൈമനും അവളെ വേദനയോടെ മുഖത്തോട് മുഖം നോക്കി. ബാബി, എനിക്ക് വെള്ളം വേണം ബാബി. അകത്തു നിന്നും സുൽത്താനയുടെ നേർത്തവിഷയായ കരച്ചിൽ ചീളുകൾ കേൾക്കുന്നുണ്ടെങ്കിലും അഹമ്മദിനെ ഭയന്ന് അവരാരും അങ്ങോട്ടേക്ക് അടുത്തില്ല. ഇതേസമയം സുറുമി പ്രിയപ്പെട്ടവൻ്റെ മുൻപിൽ മനസ്സ് തുറന്ന് തൻ്റെ ഹൃദയഭാരം ഒന്ന് ഇറക്കി വെക്കണം. സുറുമി മാഹിറിൻ്റെ കോൾ കാത്തിരുന്നു. ഇന്നലെയും അവൻ വിളിച്ചിട്ടില്ല. രാത്രി ഫോണിലേക്ക് നോക്കി കിടപ്പായിരുന്നു. അറിയാതെ മയങ്ങിപ്പോയാൽ നെട്ടി ഉണരും. വിളിച്ചാൽ താൻ അറിഞ്ഞില്ലെങ്കിലോ? ഇനിയിപ്പോൾ ഇന്നലത്തെ സംഭവം ആരെങ്കിലും മാഹിക്കയുടെ ചെവിയിൽ എത്തിച്ചിട്ടുണ്ടാവുമോ? മാഹിക്കയും താനൊരു ചീത്ത പെണ്ണാണെന്ന് കരുതി കാണുമോ? അതാവുമോ മാഹിക്ക് വിളിക്കാത്തത്? അതോർത്തതും സുറുമിയുടെ ചങ്കൊന്ന് പിടിച്ചു. ഇല്ല, ആരെന്നെ മനസ്സിലാക്കിയെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹത്തിന് എന്നെ മനസ്സിലാവും. അവനെ ഓർത്തിരിക്കെ തന്നെയാണ് ഫോണിലേക്ക് മാഹിറിൻ്റെ കോൾ വന്നത്. സുറുമി തൻ്റെ സങ്കടങ്ങളൊക്കെ നെഞ്ചിലൊതുക്കി ചുണ്ടിൽ ഭംഗിയുള്ളൊരു പുഞ്ചിരി അവന് വേണ്ടി വിരിയിച്ചാണ് ഫോൺ എടുത്തത്. അതെന്നും അങ്ങനെയാണ്. ആദ്യമേ അവൻ്റെ ഹൃദയത്തിൽ നിറവുണ്ടാക്കുന്നൊരു പുഞ്ചിരി അവൾക്ക് അവൻ സമ്മാനിക്കാറുണ്ട്. അസ്സലാമു അലൈക്കും ഇക്ക. നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞതോ മാഹിറിൻ്റെ പ്രാണൻ പിടഞ്ഞു. വീട്ടിലേക്കൊന്ന് വിളിച്ചില്ലെങ്കിൽ താൻ ശ്വാസം വിട്ട് മരിച്ചു പോകുമെന്ന് കരുതിയാണ് വിളിച്ചത്. ഇപ്പോൾ അവൻ്റെ സുറുമയൊന്ന് കണ്ടപ്പോൾ മാഹിറിനെ ആ നശിച്ച രാത്രി ഓർമ്മ വന്നു. തൻ്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന സുൽത്താനയെ ഓർമ്മ വന്നു. മാഹിറിന് ചങ്ക് കലങ്ങി. തൻ്റെ പ്രിയപ്പെട്ടവളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ അവൻ പ്രയാസപ്പെട്ടു. എന്തേ ഇക്കാക്ക് വയ്യേ? എന്താ മുഖമൊക്കെ വല്ലാതെ? സുറുമി ആദിയോടെ ചോദിച്ചു പോയി. അവളുടെ ജീവനല്ലേ അവൻ. അവൻ്റെ ചെറിയ മാറ്റം പോലും അവൾക്ക് മനസ്സിലാവുമല്ലോ. എന്തിനാണ് പെണ്ണെ നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നത്? നിന്നെ ചതിച്ചവനാണ് ഞാൻ. നിന്റെ ഇക്ക മറ്റൊരു പെണ്ണിനോടൊപ്പം ഒരു രാത്രി കിടന്നവനാണെന്ന് അറിയുമ്പോൾ നീ അതെങ്ങനെ സഹായിക്കും? അപ്പോൾ നീ എനിക്ക് തരുന്ന ഈ നിറഞ്ഞ സ്നേഹം നിലച്ചു പോവില്ലേ? നീ എന്നെ വെറുക്കില്ലേ? മാഹിറിൻ്റെ ഉള്ളം തേങ്ങി. എനിക്ക് കുഴപ്പമില്ല സുറുമി. മോളെവിടെ? അവളിൽ നിന്നൊരു നോട്ടം തിരിച്ചവൻ അലസമായി ചോദിച്ചു. അവൾ പുറത്തുണ്ട്, കുട്ടികളുടെ കൂടെ കളിക്കാം. ഞാനിപ്പോൾ വിളിക്കാം. സുറുമി കുഞ്ഞിനെ വിളിക്കാനായി എഴുന്നേറ്റു. വേണ്ട, എനിക്കിപ്പോൾ സമയമില്ല. ഞാൻ വെക്കുവാ, പിന്നെ വിളിച്ചോളാം. തൊണ്ടയിടാതെ പാടുപെട്ടവൻ ആ സംസാരം അവസാനിപ്പിക്കാൻ തുനിഞ്ഞു. സുറുമിയുടെ ഹൃദയം മുറിഞ്ഞു. വീണ്ടും അവഗണനയോ? അപ്പോൾ എല്ലാം അറിഞ്ഞോ ഇക്ക? വെക്കല്ലേ, എനിക്കിനിയും പറയാനുണ്ട്. സുറുമി പെട്ടെന്ന് പറഞ്ഞു. എന്താ പറയാനുള്ളത്? വേഗം പറഞ്ഞ് തുലക്ക്. കരഞ്ഞു പോകുമെന്ന് ഭയന്നവൻ മുഖത്ത് ഗൗരവം വരുത്തി. അവൻ്റെ ഭാവം മാറ്റി സുറുമിയെ കൂടുതൽ ഞെട്ടിച്ചു. സംശയിച്ചത് ശരി തന്നെ. ഇവിടെയുള്ളവരാരോ ഇക്കാനെ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് കൂടി പറഞ്ഞോട്ടെ. ഇക്കാക്ക് എന്നെ വിശ്വാസമില്ലേ? സുറുമി വേദന തിങ്ങിയ സ്വരത്തിൽ ചോദിച്ചു പോയി. എന്താ? എനിക്ക് മനസ്സിലായില്ല. മാഹിറിൻ്റെ അടഞ്ഞുപോയ ശബ്ദത്തിന് കൂടുതൽ കനം വെച്ചു. ഞാൻ ഇക്കാനെ മറന്ന് മറ്റൊരു പുരുഷനെ മനസ്സിലേറ്റുമെന്ന് ഇക്കാക്ക് തോന്നുന്നുണ്ടോ? ഇന്നലെ ആലുമ്മയും ലബീബയുമൊക്കെ പറഞ്ഞ വാക്കുകൾ ഓർത്ത് ചോദിക്കുമ്പോൾ സുറുമിയുടെ സ്വരം വിങ്ങി. ആ ചോദ്യം കേട്ടതും ഒരു നിമിഷത്തേക്ക് മാഹിറിൻ്റെ ഹൃദയം നിലച്ചുപോയി. അവളോടൊരു മാപ്പ് ചോദിക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് താനെന്നോർത്തതും ഉള്ളിൽ നിന്നൊരു തേങ്ങലുയർന്നു. നീ എന്തൊക്കെയാ സുറുമി പറയുന്നത്? ഹൃദയമിടിപ്പ് വീണ്ടെടുത്തവൻ ചോദിച്ചു. അത് പിന്നെ ഉമ്മയും ഇത്താത്തയൊക്കെ. സുറുമി പറഞ്ഞു തുടങ്ങിയതും ഒന്ന് നിർത്തുന്നുണ്ടോ സുറുമേ? എപ്പോൾ വിളിച്ചാലും പരാതിയും പരിഭവം. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? നിനക്കൊക്കെ വീട്ടിലിരുന്ന് തിന്ന് മുള്ളെടുക്കുന്നതിൻ്റെ കുഴപ്പമാണ്. ബാക്കിയുള്ളവന് അല്പം സമാധാനത്തിന് വേണ്ടിയാണ് ഇടയ്ക്ക് അങ്ങോട്ട് വിളിക്കുന്നത്. അപ്പോൾ തുടങ്ങിക്കോളും കരച്ചിലും കുറ്റം പറച്ചിലും എന്നും പറഞ്ഞവൻ കോൾ കട്ടാക്കി കളഞ്ഞു. സുറുമയുടെ കൈ മരവിച്ച് ഫോൺ ഉതിർന്ന് നിലത്തേക്ക് വീണു. എന്തിനാണാവോ പെണ്ണിനോട് ദേഷ്യപ്പെട്ടത്? എന്തിനാണ് അവളെ വേദനിപ്പിച്ചത്? സുറുമേ, എൻ്റെ പെണ്ണെ. മാഹിറിൻ്റെ ഹൃദയം പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു. ഹലോ ആഷി, നീ ഒന്ന് ഇങ്ങോട്ട് വരുമോ? ആഷി കോൾ എടുത്തതും മാഹിർ അങ്ങേയറ്റം ഹൃദയവേദനയോടെ വിളിച്ചു.
കുന്നോളം സങ്കടക്കുമ്പാരം ഉള്ളിലിരുന്ന് വിങ്ങിയാലും പുഞ്ചിരിയോടെ മാത്രം സംസാരിക്കുന്ന തൻ്റെ മിത്രത്തിൻ്റെ ശബ്ദത്തിലെ ഇടർച്ച തിരിച്ചറിഞ്ഞതും ആഷിഖിൻ്റെ ഉള്ളൊന്നു കാളി. അവനെന്തെങ്കിലും അപകടം സംഭവിച്ചു കാണുമോ എന്നോർത്തവൻ. അല്ലെങ്കിൽ ആഷിഖിന് മാഹിറിൻ്റെ പുതിയ ജോലിയും ആ പ്രദേശമൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നല്ലോ. എന്താടാ, എന്താ നിനക്ക്? അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായോ? ആഷിഖ് ചോദിച്ചു. അവനോട് എന്താണ് പറയേണ്ടതെന്നറിയാതെ മാഹിർ കുഴങ്ങി. എനിക്കിവിടെ പറ്റുന്നില്ലടാ. ഞാൻ നാട്ടിലേക്ക് പോവാ. ഇനിയും ഇവിടെ പിടിച്ചു നിന്നാൽ ഞാൻ ചത്തുപോവും. എനിക്ക് പോണം മാഷി. കരയുന്നത് പോലെ പറയുന്നവനെ കേൾക്കുമ്പോൾ ആഷിഖിൻ്റെ ഉള്ളിലൊരു അപായമണി മുഴങ്ങി. അവനറിയുന്ന മാഹിർ അങ്ങനെയല്ല. അത്രമേൽ വേദനിപ്പിക്കുന്നതെന്നോ അവന് സംഭവിച്ചിട്ടുണ്ടെന്ന് ആഷിഖ് ഉറപ്പിച്ചു. അല്ലെങ്കിൽ മാഹിർ അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന കാര്യം പറയുമായിരുന്നില്ല. നീ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് പോയിക്കോ എന്ന് ആഷിഖ് ഉപദേശിക്കുമ്പോഴും കുടുംബത്തിൻ്റെ പ്രാരാബ്ധ ചുമടുകൾ എണ്ണി നിരത്തി കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറയുന്നവന് ഇന്ന് എന്ത് പറ്റി? എന്താടാ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താണെന്ന് പറ. അവിടെ എന്താ ഉണ്ടായേ? ആഷിഖിന് അത് അറിഞ്ഞേ പറ്റൂ. നീ ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാം പറയാം. ഇപ്പോൾ അവനോട് എല്ലാം പറഞ്ഞാൽ അവനും തന്നെ കുറ്റപ്പെടുത്തുമോ എന്ന് ഭയപ്പെട്ടു മാഹിർ. പിന്നെ നീ ഇങ്ങോട്ട് വരുന്ന കാര്യം അവരോടൊന്നും പറയാൻ നിൽക്കണ്ട. അതും പറഞ്ഞവൻ കോൾ കട്ട് ചെയ്ത് കട്ടിലേക്ക് കമിഴ്ന്ന് വീണ് മുഖം അമർത്തി വെച്ചു. സുൽത്താനയുടെ ചുവന്ന ചുണ്ടുകളുടെ ചൂര് ഇപ്പോഴും അവനെ അലസോരപ്പെടുത്തിക്കൊണ്ടിരുന്നു. സക്രിയയുടെ മാറ്റം അവനിൽ കൂടുതൽ വ്യസനം നിറച്ചു. അയാൾ അവനോട് ഒന്നും സംസാരിക്കുന്നില്ല. അവനെന്നൊരാൾ അവിടെ ഉണ്ടെന്ന് പോലും അയാൾ ഭാവിക്കുന്നില്ല. സുൽത്താനയുടെ വീട് ഒരു മരണവീട് പോലെ ദുഃഖത്തിലാണിരുന്നു. അവളുടെ വാശി ജയിക്കാൻ വേണ്ടി അവൾ ഇപ്പോഴും ആറക്കകത്ത് തളർന്ന് അവശയായി കിടപ്പുണ്ട്. എന്നാൽ സുൽത്താനയുടെ വാശി മാറ്റിവെക്കാതെ ഒരു തുള്ളി വെള്ളം പോലും അവൾക്ക് കൊടുക്കരുതെന്ന് അഹമ്മദ് ചട്ടം കെട്ടിയതോടെ നെയ്ലക്കും മൈമനും നിസ്സഹായതയോടെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അഹമ്മദ് കലിതുള്ളി ആ വലിയ ഹാളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അയാളുടെ മുഖത്തെ കടുപ്പം കലങ്ങി ചുവന്ന കണ്ണുകളും കണ്ട് നെയ്ലയുടെ ഭയം ഇരട്ടിയായി. അവളും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിരുന്നല്ലോ. ആകെയുള്ളയുടെ മോളുടെ വാശി അവളുടെ ബാബ സമ്മതിച്ചു കൊടുക്കുമെന്നാണ് നെയ്ല കരുതിയത്. സുൽത്താനയുടെ സന്തോഷം മാത്രമാണ് നെയ്ല ആഗ്രഹിച്ചത്. ഐമൻ, അഹമ്മദ് ഉറക്കെ വിളിച്ചതും ആ സ്ത്രീ ഹാളിലേക്ക് പാഞ്ഞെത്തിയിരുന്നു. ഇന്ന് നമുക്കേ കുറച്ചധികം വിരുന്നുകാരുണ്ടാവും. അവർക്കുള്ള ഭക്ഷണം കൂടി ഒരുക്കാൻ ജോലിക്കാരോട് പറയണം. അയാൾ കൽപ്പിച്ചതും ഐമൻ അനുസരണയുള്ള യുടെ തലയനക്കി. ആരാണ് വരുന്നതെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിലും ഭർത്താവിൻ്റെ കണ്ണുകളിലെ കത്തുന്ന കോപം അവരുടെ നാവിനെ മരവിപ്പിച്ച് കളഞ്ഞിരുന്നു. ആരാണ് വരുന്നതെന്ന് അറിയണ്ടേ ഭാര്യ നിനക്ക്? എൻ്റെ പുന്നാര മോളുടെ വരനും കൂട്ടരും. ഇൻഷാ അല്ലാഹ്. ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.